വിശുദ്ധമായ റമളാൻ ഞങ്ങളോട് യാത്ര പറഞ്ഞു പോകുമ്പോ അല്ലാഹുവേ ഒരു മാസക്കാലമായി ഞങ്ങളെ കൂടെയുണ്ടായിരുന്ന അതിഥിയാണ് വിശുദ്ധമായ റമളാൻ. അല്ലാഹു റമളാനിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. മറ്റൊരു ഇബാദത്തുകൾക്കെല്ലാം അതിന്റെ തോതനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകുന്നതാണ്. പക്ഷേ റമളാൻ അങ്ങനെയല്ല. റമളാനിന് പ്രതിഫലം നൽകുന്നത് ഞാനാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു എടുത്തു പറഞ്ഞ പരിശുദ്ധമായ റമളാൻ, ആ പരിശുദ്ധ റമളാൻ നമ്മളോട് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സ് തട്ടിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കുക, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമളാനാക്കല്ല അല്ലാഹ്, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമളാനാക്കല്ല അല്ലാഹ്. ഈ റമളാൻ ഞങ്ങളോട് വിട പറഞ്ഞു പോകുമ്പോ ഞങ്ങളോട് സന്തോഷത്തോടെ വിട പറഞ്ഞു പോവണമല്ലാ. ഈ റമളാൻ ഒരു മാസക്കാലം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. നിസ്കരിച്ചു, ഇബാദത്തെടുത്ത്, നോമ്പെടുത്ത്, ഖുർആൻ ഓതി, സദഖ ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു. എല്ലാം റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ ഒരു വിധിയായിട്ട് നീ കബൂലാക്കണം അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ സഹാബ, വിശാലമായ സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലൊരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേരാണ് റയ്യാൻ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടില്ലേ, റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കാൻ ഭാഗ്യം തരണമല്ലാ, ഭാഗ്യം തരണമല്ലാ, ഭാഗ്യം തരണേ അല്ലാ. റയ്യാൻ എന്ന സ്വർഗ്ഗത്തിന്റെ കവാടം മാർക്കാൻ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റയ്യാൻ എന്ന സ്വർഗ്ഗത്തിന്റെ മനോഹരമായ കവാടമുണ്ടല്ലോ, ആ കവാടത്തിന് ഒരുപാട് പ്രത്യേകതകള് അല്ലാഹു നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സ്വഹാബത്തെ, ആ കവാടത്തിന് അല്ലാഹുവേ ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാണ്. ആ റയ്യാൻ എന്ന കവാടം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു വിഭാഗമല്ലാതെ മറ്റൊരു വിഭാഗം ആ കവാടത്തിലൂടെ കടക്കൂല. ഒരു വിഭാഗത്തിന് മാത്രം കടക്കാനുള്ള കവാടമാ, ഒരൊറ്റ വിഭാഗത്തിന് മാത്രം കടക്കാനുള്ള കവാടമാണ്, ഒരൊറ്റ വിഭാഗത്തിന് മാത്രം കടക്കാനുള്ള കവാടമാണ് സ്വഹാബാ. അല്ലാഹുവേ, ആരാണ് നബിയേ ആ വിഭാഗം, ആരാണ് തങ്ങളെ? റയ്യാൻ എന്ന മനോഹരമായ കവാടത്തിലൂടെ കടന്നു പോകാൻ അല്ലാഹു ഭാഗ്യം നൽകിയ ആ വിഭാഗം ആരാ നബിയേ? ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് നോമ്പുകാരാണ് സ്വഹാബാ, അത് നോമ്പുകാരാണ് സ്വഹാബാ. പരിശുദ്ധമായ റമളാനിൽ നോമ്പെടുത്തവരാരാ? പുണ്യ റമളാനിൽ നോമ്പെടുത്തവരാരാ? റമളാനിന്റെ ഷർത്തുകൾ പാലിച്ച്, റമളാനിന്റെ അദബുകൾ പാലിച്ച് ആ പുണ്യമായ റമളാനിന്റെ പൊരുത്തം വാങ്ങിയവരാരാ? അവരാണ് ആ സ്വർഗത്തിന്റെ റയ്യാൻ എന്ന പേരുള്ള കവാടത്തിലൂടെ കടന്നു പോകുന്നതെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. പോവേണ്ട ചെറുപ്പക്കാരാ, പോവണ്ടേ നമുക്ക് ആ കവാടത്തിലൂടെ, സ്വർഗത്തിൽ റയ്യാൻ എന്നീ വച്ച കവാടത്തിലൂടെ കടന്നു പോവണ്ടേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക, നോമ്പുകാരൻ കടന്നു പോകുന്ന സ്വർഗത്തിന്റെ കവാടത്തിന്റെ പേര് എന്താ? റയ്യാൻ. ആ കവാടത്തിലൂടെ നോമ്പുകാർക്ക് മാത്രമുള്ളതാണ്. നോമ്പുകാര് പോയി കഴിഞ്ഞാ പിന്നെ ആ കവാടം അടക്കപ്പെടുകയാണ്, പിന്നെ ആ കവാടം അടക്കപ്പെടുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ല. ഞങ്ങളെ ഉമ്മാക്ക് ഭാഗ്യം കൊടുക്ക് റബ്ബേ, ഞങ്ങളെ ബാപ്പക്ക് ഭാഗ്യം കൊടുക്ക് അല്ലാ, ഞങ്ങളെ ഭാര്യക്ക് ഭാഗ്യം കൊടുക്ക് അല്ലാ, ഞങ്ങളെ ഭർത്താവിന് ഭാഗ്യം കൊടുക്ക് അല്ലാ, ഞങ്ങളെ മക്കള്, മരുമക്കൾ, പേരമക്കൾ, കൂട്ടുകാർ, കൂട്ടുകുടുംബങ്ങൾ, അറിവിന്
നിലാവ് റമദാൻ നിലാവ് കുടുംബങ്ങള് എല്ലാവർക്കും ആ കവാടത്തിലൂടെ കടന്നു പോവാൻ ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. അപ്പൊ നോമ്പുകാര് കടക്കുന്ന സ്വർഗത്തിന്റെ കവാടത്തിന്റെ പേരാണ് എന്താ പേര്? എന്താണ്? നോമ്പുകാര് സ്വർഗത്തിൽ കടക്കും അല്ലേ? നോമ്പുകാർക്ക് കടക്കാനുള്ള സ്വർഗത്തിന്റെ പേരെന്താ? കവാടത്തിന്റെ പേരെന്താ? എന്താണ്? റയ്യാൻ. എല്ലാവരും എഴുതി വെക്കുക. റയ്യാൻ നല്ല പേരാണ്. ചില മക്കൾക്കൊക്കെ റയ്യാൻ എന്നുള്ള പേര് കാണും അല്ലേ? റയ്യാൻ. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ആർക്കൊരാൾക്ക് ആ പേര് വെച്ചെടുത്തിട്ടുണ്ട്. റയ്യാൻ, മുഹമ്മദ് റയ്യാൻ. സ്വർഗത്തിന്റെ കവാടം. അതാർക്കില്ലതാ? അതെല്ലാവർക്കും ഓപ്പൺ അല്ല, അതെല്ലാവർക്കും കടക്കാൻ പറ്റൂല. അങ്ങനെ ചില ആളുകൾക്ക് ചില കവാടം ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഏത് സ്ഥലത്തും ചിലപ്പോ കാണാൻ കഴിയും. VIP-കൾക്ക് ഒരു കവാടം, VVIP-കൾക്ക് വേറെ കവാടം. അല്ലേ? അങ്ങനെയാണല്ലോ. കണ്ടിട്ടില്ല നിങ്ങള്? ഇപ്പൊ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ യാത്ര ചെയ്തിട്ട് കുറെ കാലായി. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ കണ്ടില്ലേ? A ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, ഫ്ലൈറ്റിലുണ്ട്. ഫ്ലൈറ്റിൽ പോയി കാണാം, വിമാനത്തിൽ പോയി കാണാം. അതിലുണ്ട് അങ്ങനെ A ക്ലാസ്, B ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലുണ്ട്. ഇപ്പൊ ചില ബസ്സുകളിൽ വരാണ്ട് അല്ലേ? അപ്പൊ ഓരോ വാതിലിനും ഓരോ പ്രത്യേകതയുണ്ട്, ഓരോ പ്രത്യേകത. ആ വാതിലിലൂടെ ഒരാൾ ഇങ്ങനെ കടന്നു പോകുമ്പോ അൽഹംദുലില്ലാ അവന്റെ പേരിങ്ങനെ അവിടെ ഇങ്ങനെ കാണാം. എയർപോർട്ടിലൊക്കെ പോകുമ്പോ കണ്ടില്ല നിങ്ങള്? നമ്മളൊരു ചിലപ്പോ പിന്നെ എൻട്രി അത് കടക്കുമ്പോ കീ എന്ന ബെല്ലടിക്കും. ചിലപ്പോ ഇങ്ങോട്ട് വരുമ്പോഴും ഈ എന്ന ബെല്ലടിക്കും. കാരണം എന്താ? അത് രേഖപ്പെടുത്താണ് അവിടെ. ഇതിന്റെ മുമ്പ് സ്വർഗത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോരുത്തർ കടക്കുമ്പോ ഓരോ പേര് അവിടെ ഇങ്ങനെ കാണിക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്തൊരു മനോഹരം അല്ലേ? എന്തൊരു മനോഹരം. നമുക്ക് ആ കവാടത്തിലൂടെ കടന്നു പോവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. നിങ്ങൾ എന്താ ഒരു ആമീൻ പറ ഉഷാറില്ലാതെ? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അതിന്റെ ഭാഗ്യം തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് അതിന്റെ ഭാഗ്യം തരണമല്ലാ. നീ ഞങ്ങൾക്ക് അതിന്റെ ഭാഗ്യം തരണമല്ലാ. അതിന്റെ ഭാഗ്യം തരണമല്ലാ. അപ്പൊ സ്വർഗത്തിലൂടെ നോമ്പുകാർക്ക് കടക്കാനുള്ള കവാടമാണ് റയ്യാൻ. എന്നിട്ടോ എങ്ങനത്തെ നോമ്പുകാര്? അത് നമ്മൾ പറയുന്നുണ്ട്. വിശുദ്ധമായ റമദാൻ വിട പറയാൻ അല്ലേ? നമ്മൾ ഇന്നലെ സലാം പറഞ്ഞില്ലേ? 29 രാവിലെ അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, നോമ്പിന്റെ മാസമേ സലാം. ഇന്നലെ 29 രാവിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ സംഗമിക്കുന്ന അറിവിന്നിലാവിന്റെ പ്രാർത്ഥനാ മജ്‌ലിസിൽ അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ, ലക്ഷക്കണക്കിന് ഉമ്മമാരും ബാപ്പമാരും പരിശുദ്ധമായ പുണ്യ റമദാനിനോട് സലാം പറഞ്ഞില്ലേ? അല്ലാഹുവേ, ഇനി സലാം പറയാൻ, ഇനി സ്വാഗതം പറയാൻ അടുത്ത വർഷം റമദാൻ വരുമ്പോൾ എന്റെ ഉമ്മ നിങ്ങളോ ഞാനോ ഉണ്ടോ എന്നറിയൂല. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കണ്ണീരോടെ റമദാനിനോട് സലാം പറഞ്ഞത്. വിശുദ്ധ റമദാനിനോട് സലാം, വിശുദ്ധ റമദാനിനോട് സലാം. പവിത്രമായ പരിശുദ്ധ നോമിന്റെ മാസമേ സലാം. പുണ്യങ്ങളുടെ പൂക്കാലം പെയ്തിറങ്ങുന്ന പരിശുദ്ധ റമദാനേ സലാം. സുഹൃതങ്ങളുടെ പേമാരിമാന ലോകത്ത് പെയ്തിറങ്ങുന്ന പരിശുദ്ധ റമദാനേ സലാം. പിശാചിനെ ചെങ്ങലക്കിട്ട് ബന്ദിയാക്കുന്ന പവിത്ര മാത്രമേ സലാം. തറാവീഹ് നിസ്കാരത്തിന്റെ മനോഹരമായ കാഴ്ച പള്ളികളിലും വീടിന്റെ കത്തളങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുന്ന തിരുമാസം റമദാനേ സലാം.
മുതലാളിമാരും തൊഴിലാളിമാരും പാവപ്പെട്ടവനും പണക്കാരനും ഒരുമിച്ച് ഒരു ടേബിളിന്റെ അകത്തിരുന്ന് നോമ്പ് തുറക്കുന്ന കാഴ്ച കാണുന്ന തിരുമാസമേ സലാം. ചെയ്തുപോയ പാപഭാരങ്ങളെ ബാധക്കെട്ടവളെ ഇസ്തിഗ്ഫാറാകുന്ന അത്ഭുത മരുന്നിലൂടെ കഴുകിയെടുത്ത് ഹൃദയത്തെ ശുദ്ധിയാക്കുന്ന റമളാൻ മാസമേ സലാം. ഒന്നിന് 10 പ്രതിഫലമായി നൽകുന്ന പവിത്ര മാസമേ സലാം. തലമറക്കുന്നവന് ഫർളിന്റെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധ മാസമേ സലാം. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പകൽ സമയത്ത് മുഴുവനും പാതിരാ സമയത്ത് മുഴുവനും ഇൽമിന്റെ സാഗരം തീർത്ത് അറിവിന്നിലാവും റമളാനിലാവും ഇൽമിന്റെ മജ്ലിസുകളും തന്റെ വീടിന്റെ അകത്ത് നോട്ട് പുസ്തകവും പേനവുമായി കാത്തിരുന്ന് പറയുന്ന അറിവുകൾ എഴുതി വെക്കുകയും ഹദീസുകളും ദുആകളും എഴുതി വെക്കുകയും ദുആ വസിയത്ത് കമന്റിലൂടെ പറയുകയും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയും യതീമക്കൾക്ക് നേർച്ച നൽകുകയും ജനലക്ഷങ്ങളെ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ മജ്ലിസിൽ ഇരുന്ന് ആമീൻ പറയുകയും ചെയ്ത പവിത്രമായ മാസമേ സലാം. ഇനി റമളാൻ നിലാവ് വരുന്നത് അടുത്ത റമളാനിലാണ്. അടുത്ത റമളാനിലാണ്. എന്തോ ഒരു നല്ല സന്തോഷമാണല്ലോ. ഉച്ചക്ക് 1 മണിയാകുമ്പോ അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഒരുമിച്ച് കൂടി ദിക്ർ ചൊല്ലുകയാണ്. കുളിച്ചൊരുങ്ങി വന്ന് ഞങ്ങളെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ഒരുമിച്ചിരുന്ന് മജ്ലിസിൽ വെള്ളം വെച്ച് ദിക്ർ ചൊല്ലുകയാണ്, സ്വലാത്ത് ചൊല്ലുകയാണ്, ഖുർആൻ ഓതുകയാണ്, വഅദ് കേൾക്കുകയാണ്. അല്ലാഹുവേ, ഈ വർഷം അതല്ല, ഈ വർഷത്തെ അവസാനത്തെ റമളാൻ നിലാവ്. ഇനി ഒരു റമളാൻ നിലാവ് വരണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണമല്ലോ. ഇനി ഇതുപോലെ ഉച്ചക്ക് ദുഹർ സമയത്ത് ദിക്ർ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ഉമ്മമാര്, ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ ഒരുപാട് ഉമ്മമാരുണ്ട്, എന്റെ കൂടെ ഒരുപാട് ബാപ്പമാരുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ വീടിന്റെ അകത്ത് നിങ്ങൾ ഒറ്റക്കാണെങ്കിലും നിങ്ങളെ പോലെ ഒരുപാട് ഉമ്മമാരെ പല വീടുകളിൽ നിന്ന് കേൾക്കുകയാ, ഓഫീസുകളിൽ നിന്ന്, ജോലി സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുകയാ. തിരക്കില്ലാഞ്ഞിട്ടല്ലോ, ജോലിയില്ലാഞ്ഞിട്ടല്ലോ, പക്ഷേ പരിശുദ്ധ റമളാൻ, ആ റമളാൻ മാസത്തിന്റെ പവിത്രത ആഗ്രഹിച്ചിട്ടാണ്. റമളാനേ സലാം, റമളാനേ സലാം, റമളാനേ സലാം. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഭർത്താവും ഭാര്യയും മക്കളെല്ലാം വീട്ടിന്റെ അകത്ത് വന്ന് ടേബിളിന്റെ അകത്തിരുന്ന് നോമ്പ് തുറക്കുന്ന ആ സുന്ദരമായ കാഴ്ച എന്തോ ഒരു മനോഹരമാണ്, എന്തോ ഒരു റാഹത്താണ്, എന്തോ ഒരു സൗന്ദര്യമാണ്. ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേയായി, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നോടിയായി മക്കളും മരുമക്കളും പേരമക്കളെല്ലാം എഴുന്നേറ്റ് അത്താഴത്തിന് ഭക്ഷണം കഴിക്കുന്ന ആ സുന്ദരമായ കാഴ്ച എന്തോ ഒരു മനോഹരമാണ്. 1 മാസക്കാലം നമ്മളെ വീട്ടിൽ നമ്മൾ ആ ഒരു പ്രകാശം കെടാതെ കൊണ്ട് നടന്നില്ലേ? ഇനി അതിനോട് നമ്മൾ സലാം പറയുകയാ. ഇതെല്ലാം നമുക്ക് സമ്മാനിച്ച പരിശുദ്ധ റമളാൻ. 17 കൊല്ലത്തോളമായി ഒരു വഴിത്തർക്കത്തിന്റെ പേരിൽ പിണങ്ങി നിന്ന് കുടുംബം 27 രാവിന്റെ പകൽ സമയത്ത് മിണ്ടി സലാം പറഞ്ഞ് മിണ്ടിയ സന്തോഷം പറഞ്ഞ് അൽഹംദുലില്ലാഹ് ഇവിടെ വന്നിരുന്നു. 1, 2, 3, 4, 5, 6, 7 നീണ്ട 17 വർഷക്കാലമാണ് ഒരു വഴിതർക്കത്തിന്റെ പേരിൽ ആ കുടുംബം പിണക്കത്തിലാണ്. ആ 2 കുടുംബങ്ങളും നിങ്ങളെ പോലെ റമളാനിലാവ്
കേൾക്കുന്ന കുടുംബമാണ്. 27 രാവിന്റെ തൗബ ചെയ്യണമെങ്കിൽ പിണങ്ങി നിന്നവന് സലാം പറയണം. അങ്ങനെ സലാം പറയാതെ മജ്‌ലിസിൽ ഇരിക്കരുതെന്ന് പറഞ്ഞപ്പോ നീണ്ട 17 വർഷത്തെ പിണക്കം അവരുടെ മനസ്സിൽ നിന്ന് അലിഞ്ഞു പോയില്ലേ? അത് റമളാൻ നിലാവിന്റെ മജ്‌ലിസിൽ ഇരുന്നപ്പോ ജനലക്ഷങ്ങളെ കൂടാമീൻ പറഞ്ഞപ്പോ ആ കുടുംബത്തിന് അല്ലാഹു നൽകിയ സന്തോഷമാണ്. സ്ഥലം ഞാൻ പറയുന്നില്ല. 17 വർഷത്തിന് ശേഷം അകന്നു കഴിഞ്ഞ ഒരു കുടുംബം വേണ്ടപ്പെട്ടവരാണ്. ഈ 17 വർഷത്തിനിടയ്ക്ക് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ല, സലാം പറയാറില്ല. അല്ലാഹുവേ, കുടുംബത്തിലെ മരണം വരെ സംഭവിച്ചിട്ട് വീട്ടിലേക്ക് പോവാതെ പള്ളിയിൽ പോയിരുന്നു ഉസ്താദേ. അത്രയും ഞങ്ങളെ ശക്തമായ പിണക്കത്തിലായിരുന്നു. ഈ പിണക്കം ഞങ്ങളെ മാറ്റിവെക്കുകയാണ്. ഇനി ഇത് സന്തോഷത്തോടെ മരണം വരെ നിലനിന്ന് കിട്ടാൻ ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട യതീമായ കുഞ്ഞുമക്കളുടെ സ്നേഹ വീട്ടിലേക്ക് സംഭാവനകളുമായി ആ 2 കുടുംബങ്ങളും ഇവിടെ വന്നിരുന്നു. എന്തോ ഒരു നല്ല സന്തോഷത്തിന്റെ കാഴ്ചയല്ലേ? 17 വർഷത്തിന് ശേഷം അൽഹംദുലില്ലാഹ് 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 ആ കുടുംബത്തെ ഒന്നിപ്പിച്ച പരിശുദ്ധ മാസം റമളാനെ സലാം. പിണങ്ങി നിൽക്കുന്നവരുടെ മനസ്സിനേക്ക് സ്നേഹത്തിന്റെ ചാഞ്ചാട്ടം കൊടുത്ത് മനസ്സിനെ തഖ്വയിലൂട്ടിയ മാസമേ റമളാനെ സലാം. ആ റമളാനിനോട് നമ്മൾ സലാം പറയുകയാണ്. ആ റമളാനിനോട് നമ്മൾ സലാം പറയുകയാണ്. റമളാൻ നമ്മളോട് സലാം പറഞ്ഞ് റബ്ബിന്റെ അടുക്കലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ പരിശുദ്ധമായ പുണ്യ റമളാൻ ഒരു മാസത്തെ വിഷയം അവൾ റബ്ബിനോട് അവതരിപ്പിക്കുകയാണ്. അല്ലാഹുവേ, എന്നിലെ ബഹുമാനിച്ച ആളുകളുണ്ട്, എന്നെ ധിക്കരിച്ച ആളുകളുണ്ട്, എന്റെ മാസത്തിൽ നോമ്പെടുത്തവരുണ്ട്, എന്റെ മാസത്തിൽ നിസ്കരിച്ചവരുണ്ട്, എന്റെ മാസത്തിൽ സുന്നത്ത് നിസ്കരിച്ചവരുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ റമളാൻ മാസം വന്ന് പറയുകയാണ്, അല്ലാ, ഞാൻ ചെന്നത് കണ്ടിട്ട് അവരെ വീട്ടിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ ചെന്നത് മുതലേ ഒരു നിസ്കാരം അവരെ ഖളാ ആക്കിയിട്ടില്ല. അല്ലാ, ഞാൻ ചെന്നത് മുതലേ ആ വീട്ടിലൊരു വഅലിന്റെ മജ്‌ലിസ് കേൾക്കാത്ത ദിവസമില്ല. അല്ലാ, ഞാൻ ചെന്നത് മുതലേ ആ വീട്ടിൽ നിസ്കാരം ജമാഅത്തായി നടക്കാത്ത ദിവസമില്ല. അല്ലാ, ഞാൻ ചെന്നത് മുതലേ ആ വീട്ടിൽ ഖുർആനിന്റെ ഈരടികൾ കേൾക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടില്ല. അല്ലാ, ഞാൻ ചെന്നത് മുതലേ അവര് നോമ്പുകാരാണ്, അവര് സ്വതക്ക ചെയ്യുന്നവരാണ്, അവര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, അവര് പാവങ്ങളെ സഹായിക്കുന്നവരാണ്. അല്ലാഹുവേ, അതുകൊണ്ട് നീ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണം. പോരാ, സ്വർഗ്ഗത്തിൽ നീ വാഗ്ദാനം ചെയ്ത റയ്യാൻ എന്ന കവാടം നീ അവർക്ക് തുറന്നു കൊടുക്കണമെന്ന് വിശുദ്ധ റമളാൻ മാസം അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. കേട്ടോ, റമളാൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇന്ന് നമ്മൾ റമളാനിനോട് അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സലാം പറഞ്ഞു വിടുകയാണ്. എന്നിട്ടോ റമളാൻ കഴിഞ്ഞു കോയാ റമളാൻ കഴിഞ്ഞ് ഇനി അടുത്ത വർഷം വരും, അപ്പൊ നോക്കാം. അങ്ങനെയല്ല. ഈ വിശുദ്ധ റമളാൻ അള്ളാന്റെ അടുക്കൽ ചെല്ലുന്നതാണ്. എഴുതി വെച്ചോളി, അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലും. എന്നിട്ട് പറയും, കുഞ്ഞാമിന ഇന്നെ നല്ലോണം സ്വീകരിച്ചു, പാത്തുട്ടി ഓൾ ഇന്നെ നല്ലോണം സ്വീകരിച്ചു, മുഹമ്മദ് ഓൻ എന്നെ നല്ലോണം സ്വീകരിച്ചു, അയമു ഓൻ എന്നെ നല്ലോണം സ്വീകരിച്ചു. ഓരോരുത്തരെ പേരെടുത്ത് റമളാൻ പറയും. അപ്പൊ എങ്ങനെ ഉസ്താദ് ഞങ്ങളെ പേരക്കാരെ അതൊക്കെ അറിയാൻ എന്താ പറയും? ഓരോരുത്തരെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പറയും, അല്ലാ ഓൻ എന്നെ സ്വീകരിച്ചിട്ടോ, ഓ നോമ്പ് വെച്ചിട്ടോ, ഓൻ സ്വതക്ക ചെയ്തു കേട്ടോ, ഓ നന്മ ചെയ്തു കേട്ടോ, ഓ ഇൽമു പഴാത് കേട്ടുകണ്, ദിക്റിന്റെ മജ്‌ലിസിൽ ഇരുന്ന് നന്മ ചെയ്തുകണ്, യതീമക്കളെ സഹായിച്ചണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തുകണ്, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുത്തുകണ്, കുടുംബം പോറ്റിക്കണ്. റമളാനാണെന്ന് പറഞ്ഞിട്ട് ഇബാദത്തൊന്നും ഇല്ലാതെ നടന്നിട്ടില്ല. ഓ നല്ല ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹ്
എന്ന് വിശുദ്ധമായ റമദാൻ നമുക്ക് വേണ്ടി അള്ളാന്റെ മുമ്പിൽ പറയുമ്പോ ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ, ആ വിശുദ്ധ റമദാനിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയ പ്രതിഫലം ഞാൻ നൽകുകയാണ്, എനിക്ക് ഇഷ്ടമുള്ള പ്രതിഫലം ഞാൻ നൽകുകയാണ്, എനിക്കിഷ്ടമുള്ള പ്രതിഫലം ഞാൻ നൽകുകയാണ്. എന്റെ അടിമ ചോദിക്കുന്നതല്ല, അതിക്കും മേലെയാണ് ഞാൻ നൽകുന്നത്. റമദാനിൽ നോമ്പെടുത്തവരല്ലേ, റമദാന്റെ പൊരുത്തം കിട്ടിയവരല്ലേ, ഓലക്കാരൻ ഞാൻ ഏറ്റെടുത്തു. അല്ല പറയാം, ഓലക്കാരൻ ഞാൻ ഏറ്റെടുത്തു. നമ്മൾ പറയല്ലേ, ഇപ്പൊ 3-4 കുട്ടികളുണ്ടെങ്കിൽ ഓല കൂട്ടത്തുനിന്ന് ചിലപ്പോ ഒരാളെ വെച്ചാൽ നമ്മൾ പറയും ഇതിന്റെ കുട്ടിയാണ്, എന്താ ബാക്കിയില്ലോ നമ്മളെ കുട്ടിയാണ്. പക്ഷെ ഓൻ ചെയ്യണ നന്മ, ഓൻ ചെയ്യണ ഒരു സപ്പോർട്ടിന് നമ്മൾ ചിലപ്പോ നമ്മൾ പറയുന്നത് അങ്ങനെ കുട്ടിയെ മറ്റുള്ള കുട്ടികളെ ഇരുന്ന് പറയരുത് എന്നാണ്. അത് വേറെ വശം, ഇതിന്റെതാണ് അല്ലേ. നമ്മൾ പറയും ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാണ്, പിന്നെ എന്റെ കണ്ണോല്ലാതെ നിങ്ങളെ കണ്ണോണ്ട് എനിക്ക് കാണാൻ പറ്റുമോ? വർത്താനം കേട്ടാ തോന്നും. ചിലപ്പോ നമ്മളെ എന്റെ കണ്ണോണ്ട് കണ്ടു, അല്ല കണ്ണോണ്ടല്ല മൂക്കോണ്ട് കാണാൻ പറ്റുമോ? അതെന്താ? അതാ ടച്ച് ചെയ്തിട്ടുള്ള വർത്താനാണ് അല്ലെ, അത് മനസ്സിനങ്ങ് ടച്ച് ചെയ്തിട്ടുള്ളൊരു വർത്താനാണ്. എന്റെ കണ്ണോണ്ട് കണ്ടു. അപ്പൊ അള്ളാഹ് പറയണം റമദാനല്ലേ അതിന് ഞാനാ പ്രതിഫലം കൊടുക്കണേ, എല്ലാത്തിനും അള്ളാഹ് പ്രതിഫലം കൊടുക്കണേ, എല്ലാത്തിനും അങ്ങനെ. പക്ഷെ റമദാനിനെ അത് വേറൊരു സ്ഥാനം അള്ളാഹു നൽകണം. റമദാനിൽ നോമ്പെടുത്തിരിക്കും അള്ളാഹു വേറെ ബഹുമതി കൊടുക്കണേ. ഓനെ എന്താ വേണ്ടത്, ഓ എന്താ ഉദ്ദേശിച്ചു, അതിക്കും മേലെ ഞാൻ അവനക്ക് നൽകും. അള്ളാഹു ആ വിഭാഗത്തിലും ആ പട്ടികയിലും ആ ലിസ്റ്റിലും അള്ളാഹു നമ്മുടെ പേരൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മുടെ പേരൊക്കെ ഉൾപ്പെടുത്തട്ടെ. നേരെ മറിച്ച് വിശുദ്ധമായ റമദാൻ അള്ളാഹുവിനോട് പരാതി പറയുന്നൊരു വിഭാഗമുണ്ട്. സ്വഹാബത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വഹാബത്തെ ആ വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകരുതെന്ന് മുത്തു റസൂലുള്ളാഹി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു വിഭാഗം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ റമദാന് പരാതി പറയുന്നൊരു വിഭാഗം. നമുക്കെതിരെ എങ്ങാനും റമദാനെങ്ങാനും പരാതി പറഞ്ഞാൽ അല്ലാഹുവേ അല്ലാഹുവേ, പരാതി പറയുന്നതാരാണ്? വിശുദ്ധമായ റമദാനാണ്. റമദാൻ വന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പറയും, അല്ലാഹ് 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവന് സൂചന കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലഗ്നാ റമദാൻ. റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണം, റമദാനിൽ എന്റെ ആയുസ് എത്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവേ ഞാൻ വരുന്നതിന്റെ 2 മാസം മുമ്പ് പള്ളിയുടെ മിഹ്റാബിന്റെ കത്തലങ്ങളിലെല്ലാം ഉസ്താദ്മാര് അനൗൺസ് ചെയ്തിട്ടുണ്ട്. റമദാൻ മുന്നൊരുക്കമെന്ന ക്ലാസ് വെച്ചിട്ടുണ്ട്. ശഅബാനിനെയും റജബിന്റെയും മഹത്വങ്ങൾ പറഞ്ഞ് വഅദുകൾ വെച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹ് ഇനി പഴയതുപോലെ ആവരുത്, നിസ്കാരം തുടങ്ങണം, നോമ്പ് വേണം, ഖുർആൻ പാരായണം തുടങ്ങണം, സദഖകൾ ചെയ്യണം, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം, ചെയ്തിരിക്കുന്ന ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ല എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ് റബ്ബേ. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ, തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന പരിശുദ്ധ റമദാൻ, ആര് തൗബ ചെയ്താലും അല്ലാഹു 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന പരിശുദ്ധമായ റമദാൻ. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ടു മക്കളെ, നിങ്ങളെ തെറ്റ് ചെയ്യല്ലേ, സ്വർഗത്തിലേക്ക് കടന്നു വാ എന്ന് മുത്തുനബി പലപ്പോഴും പറഞ്ഞ പരിശുദ്ധമായ പുണ്യ റമദാൻ. അല്ലാഹുവേ, ആ റമദാനിനെ അവൻ വർമന്റ് ചെയ്തു അല്ലാഹ്, അവൻ പരിഗണിച്ചില്ല അല്ലാഹ്, അവൻ പരിഗണിച്ചില്ല അല്ലാഹ്. നാളെ റബ്ബിന്റെ ലോകത്ത് പോയ റമദാൻ നമുക്കെതിരെ പരാതി പറയുന്നൊരു അവസ്ഥ നമുക്ക് വരുത്തല്ലേ റബ്ബേ. എല്ലാരും നെഞ്ഞത്ത് കൈവച്ച് ആമീൻ പറഞ്ഞോളി. ഞങ്ങളെ ആ വിഭാഗത്തിൽ പെടുത്തല്ല അല്ലാഹ്, ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. ചെറുപ്പക്കാരാ, ഇനി നമുക്ക് മടക്കമില്ല ചെറുപ്പക്കാരാ. ഈ കഴിഞ്ഞു പോയ റമദാനിലേക്ക് നമുക്കിനി മടക്കമില്ല. 29 നോമ്പ് നമുക്ക് കഴിഞ്ഞില്ലേ,
29ാമത്തെ നോമ്പിലല്ലേ നമ്മളുള്ളത്. അല്ലാഹുവേ, ഇനി ഒരു നോമ്പ് കിട്ടിയാൽ കിട്ടി, ഇനി ഒരു റമദാൻ വരണമെങ്കിൽ ഒരു വർഷം നമ്മളെ കാത്തിരിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് മലക്കുകൾ നമ്മളെ കുറിച്ചിട്ട് എങ്ങനെയാണ് പറയുന്നതെന്നറിയൂല. നമ്മൾ നോമ്പുകാരാണ്, നോമ്പുണ്ടോ? നോമ്പാണ്. പുലർച്ചക്ക് നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നിയ്യത്ത് നമ്മളെ വെച്ചിട്ടുണ്ട്, നോമ്പുണ്ടാവാ നമുക്ക് നോമ്പുണ്ട് അല്ലാ. പക്ഷേ നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം എങ്ങനെയാണ്? എന്റെ നോമ്പ് എനിക്കും റബ്ബിനാണ് അറിയുന്നത്, നിങ്ങളെ നോമ്പ് നിങ്ങൾക്ക് റബ്ബിനാണ് അറിയുന്നത്. എല്ലാവരുടെ നോമ്പും ഒരുപോലെയല്ല, എല്ലാവരും നോമ്പും ഒരുപോലെയല്ല. നോമ്പെടുത്തിട്ട് നിസ്കാരവും ഖുർആനോതും ദിക്റുകളും വാളുകളുമായി നടക്കുന്നവരുണ്ട്. അവരുടെ നോമ്പിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം മറ്റൊന്നാണ്. നോമ്പെടുത്തിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട്, അവർക്ക് സൽക്കർമ്മങ്ങളില്ല, അവർക്ക് നിസ്കാരങ്ങളില്ല, അവർക്ക് ഖുർആനുകളില്ല, അവർക്കുള്ള പ്രതിഫലം മറ്റൊരു രൂപത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നോമ്പിന്റെ വിഭാഗത്തിൽ പല നോമ്പുകളുണ്ട് സ്വഹാബ. VIP നോമ്പുണ്ട്, VVIP നോമ്പുണ്ട്. അല്ലാഹുവേ, അങ്ങനെ തുടങ്ങിയിട്ട് മഹാന്മാരതിന് ഘട്ടം ഘട്ടമായി തരം തിരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് നെറ്റിട്ട ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് അല്ലാഹു ധാരാളം പ്രതിഫലം നൽകുമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധമായ പുണ്യ റമദാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് പരാതി പറയുകയാണ്, റബ്ബേ, 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവന് വിവരം കൊടുത്തിട്ട് പോലും ഇവൻ ഒരുങ്ങിയില്ലല്ലോ അല്ലാ, ഇവൻ മദ്യപാനം നിർത്തിയില്ലല്ലോ അല്ലാ. എത്ര തവണ പടച്ചു റബ്ബേ, എത്ര തവണ ഞാൻ പറഞ്ഞു റബ്ബേ, കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ജീവിതത്തിനിടയിൽ എന്തോ സങ്കടം വരുമ്പോ അന്ന് തുടങ്ങിയ മദ്യപാനമാണ്. ഭാര്യ ഒരുപാട് പറഞ്ഞതാ, ഇക്കാ നോമ്പല്ല ഇക്കാ, മടങ്ങിക്കൂടെ ഇക്കാ. ഉമ്മ ബാപ്പ എത്രയോ പറഞ്ഞതാണ്, മോനെ നോമ്പല്ല മോനെ, മടങ്ങിക്കൂടെ മോനെ. നിന്റെ ചുണ്ടിന്റെ അകത്ത് വെച്ച ചാൻസ് ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി മോനെ, ഇനി അതിലേക്ക് നീ മടങ്ങല്ല മോനെ. കല്ലുകൊടി ഒന്ന് നിർത്തടാ മോനെ. അല്ലാ, കഞ്ചാബ് വലിക്കലൊന്ന് നിർത്ത് മോനെ, അത് നമുക്ക് നല്ലതല്ല, അത് ഹറാമാണ് മോനെ, ആ ജീവിതത്തിൽ ബറക്കത്തില്ല മോനെ. എത്രയോ തവണ പറഞ്ഞതാണ്. പക്ഷേ പരിശുദ്ധ റമദാനായിട്ട് പോലും ഒരു വില കൽപ്പിക്കാതെ പരിശുദ്ധമായ റമദാനിൽ പോലും കള്ളടിച്ചില്ലേ, പരിശുദ്ധമായ റമദാനിൽ പോലും തെറ്റ് ചെയ്തില്ലേ, റമദാനായിട്ട് പോലും ഹറാമ് ചെയ്തില്ലേ, റമദാനായിട്ട് പോലും ഹറാമ് പറഞ്ഞില്ലേ, റമദാനായിട്ട് പോലും അല്ലാഹ് ഗീബത്തും നമീമത്തിനും നമുക്കൊരു കുറവ് വന്നിട്ടില്ല. നിങ്ങളെ കുറിച്ചിട്ടല്ല, അങ്ങനെ ചില ആളുകളുണ്ട് നോമ്പായിട്ട് പോലും ഗീബത്തിന് കുറവും വരുത്താതെ, നോമ്പായിട്ട് പോലും നമീമത്തിന് കുറവും വരുത്താതെ ഓനെ എങ്ങനെ പരാജയപ്പെടുത്താ, ഓനെ എങ്ങനെ ഒറ്റപ്പെടുത്താ, ഓനെ എങ്ങനെ കുറ്റപ്പെടുത്താ, ഓളെ എങ്ങനെ പരാജയപ്പെടുത്താ, അവരുടെ ജീവിതം എങ്ങനെ തകർക്കാമെന്നൊക്കെ ആലോചിച്ച് പരിശുദ്ധ റമദാനിന്റെ പവിത്രത പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ ഗീബത്തും നമീമത്തും ഫസാദും മേശന് പരദൂഷണമായി ജീവിതത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയവരാരാ? അവരെ കുറിച്ചിട്ട് റമദാൻ അല്ലാഹുവിന്റെ മുമ്പിൽ പരാതി പറയുകയാണ്. അവൻ എന്നെ പരിഗണിച്ചിട്ടില്ല, അവൾ എന്നെ പരിഗണിച്ചിട്ടില്ല അല്ലാ. അവൾ നോമ്പെടുത്തു എന്ന് ശരിയാണ്, പക്ഷേ അവളെ നാവ് കൊണ്ട് അവളെ കുറ്റം പറഞ്ഞില്ലേ റബ്ബേ. അവൻ നോമ്പെടുത്തു എന്നത് ശരിയാണ്, പക്ഷേ അവന്റെ നാവ് കൊണ്ട് അവൻ കുറ്റം പറഞ്ഞില്ലേ റബ്ബേ. അവൻ നോമ്പെടുത്തു എന്നത് ശരിയാണ്, പക്ഷേ ജീവിതത്തിൽ ഒരു സൽക്കർമ്മവും അവൻ ചെയ്തിട്ടില്ല. ഈ റമദാൻ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലാ, അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലാ. വിടല്ല റബ്ബേ, ഓനെ വിടല്ല അല്ലാ, ഓളെ വിടല്ല അല്ലാ. 12 മാസങ്ങളിൽ നിന്ന് നന്നാവാനൊരു മാസമല്ലാ നീ നൽകിയപ്പോ അതിനെ പരിഗണിക്കാത്തവരെ നീ വെറുതെ വിടല്ല അല്ലാ. അവനെ വിടല്ലേ റബ്ബേ, അവനെ പിടികൂടണം അല്ലാ, അവളെ പിടികൂടണം അല്ലാ, അവളെ പിടികൂടണം അല്ലാ. വഅദുകൾക്ക് കുറവില്ല, മജ്ലിസുകൾക്ക്
കുറവില്ല, ഉപദേശകങ്ങൾക്ക് കുറവില്ല. പക്ഷേ ഈ പുണ്യമായ റമദാനിന്റെ പവിത്രതയും മഹത്വവും സ്ഥാനവും മനസ്സിലാക്കിയിട്ട് പോലും അതിനെ എല്ലാം ഗവൺമെന്റ് ചെയ്ത് നടന്നവനാണ്. അവരെ പിടികൂടണമല്ല എന്ന് പുണ്യ റമദാൻ അള്ളാഹുവിന്റെ മുമ്പ് വന്ന് പരാതി പറയുമ്പോൾ അള്ളാഹുവേ ഞങ്ങളെ കാക്കണം അല്ല, ഞങ്ങളെ കാക്കണം അല്ല, ഞങ്ങളെ കാക്കണം അല്ല. പുണ്യ റമദാന് രണ്ട് വർത്തമാനം അവിടെ നിന്ന് പറയും. ഒന്ന് അനുകൂലമായി സാക്ഷി പറയും, അല്ലാ ഓനെ രക്ഷപ്പെടുത്തണം, ഓനെ ഈ നോമ്പിന് യതീമക്കളെ സഹായിച്ചോനാ, ഓളി നോമ്പിന് അയൽവാസികൾക്ക് ഭക്ഷണം കൊടുത്തോല, ഓരോ നോമ്പിന് പുണ്യ സൽക്കർമ്മങ്ങളെ ജീവിതത്തിൽ ചെയ്തവരാണ്. അവരെ നീ കൈവടിയരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ റമദാൻ മാസം വന്നിട്ടാണ് പറയുന്നത് പുണ്യ റമദാൻ. ഒരു മാസക്കാലം നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിനൊരു പ്രകാശമായിരുന്നു അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ മാസത്തെ പോലെയാണോ ഈ റമദാൻ? കഴിഞ്ഞ മാസങ്ങളെ പോലെയാണോ റമദാൻ മാസം? വീട്ടില് സന്തോഷല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറയും, നിങ്ങൾ വീട്ടില് സന്തോഷാണോ അല്ലേ? ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. സന്തോഷാണല്ലോ, സന്തോഷാണ്. കാരണം എന്താ? നല്ല റാഹത്താണ്, നല്ല സന്തോഷാണ്. കുറെ ഇബാദത്തും കുറെ സൽക്കർമ്മങ്ങളും. ചിലപ്പോ ഭർത്താക്കന്മാര് പറയും, ഓള് സന്തോഷം പറയുള്ളൂ. എന്താ കാരണം? ഓക്ക് 2 നേരം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതൊരു പുതിയ കണ്ടുപിടുത്താണ്. ഓളെങ്ങനെ പറയുള്ളൂ? കാരണം ഒക്കെ സുബൈക്കും അല്ലെങ്കിൽ 1 നേരം ഉണ്ടാക്കിയാൽ രാത്രിക്ക് തന്നെ രാവിലെയും ചൂടാക്കിയാൽ മതിയല്ലോ. ആ സന്തോഷല്ല അല്ലേ? സുബൈയുടെ മുന്നേ നമ്മളൊക്കെ എഴുന്നേൽക്കുന്നു, അതൊരു സന്തോഷം. സുബൈയുടെ മുന്നേ നമ്മൾ എഴുന്നേൽക്കണേ, അതൊരു സന്തോഷം. 2 റക്അത്ത് നിസ്കരിക്കണേ, അത്താഴം ഉണ്ടാക്കണേ, അത്താഴം കഴിക്കണേ അല്ലേ? എന്തൊരു സന്തോഷാണ് അത്താഴം കഴിക്കണേ, രാത്രി പുലർച്ചെ അത്താഴം കഴിക്കണേ, സുബൈ നിസ്കരിക്കണേ, ഖുർആൻ ഓതുന്ന, നമ്മളെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ളുഹുർ നിസ്കാരം കഴിഞ്ഞ ഉടനെ അൽഹംദുലില്ലാഹ് നമ്മൾ മജ്ലിസ് കേൾക്കുന്നു, ദിക്ർ ചെല്ലുന്നു, ഖുർആൻ ഓതുന്നു, വഅദ് കേൾക്കുന്നു, വഅദിലെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുക്കുന്നു, അവസാനം സ്വലാത്തിൽ ദുആ ചെയ്യുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് വീണ്ടും അടുക്കള ജോലി എടുക്കുന്നു. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു. അൽഹംദുലില്ലാഹ് എന്തൊരു നല്ല സന്തോഷം. ക്ഷീണുണ്ടെങ്കിൽ അതൊന്നും അറിയില്ല. നമ്മളെ നോമ്പ് തുറക്കാനുള്ള സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകും. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു, നോമ്പ് തുറക്കാന് അല്ലെ? അധികം നോമ്പ് തുറക്കാൻ ഭർത്താക്കന്മാര് വീട്ടിലുണ്ടാവും. ഈ പാവം പെണ്ണുങ്ങൾക്കാണ് അധികം നോമ്പ് തുറക്കാൻ കിട്ടാത്തത്. ഭർത്താക്കന്മാര് നോമ്പ് തുറക്കാണ്ടെന്ന് പറഞ്ഞത് അവിടെ ഇവിടെയൊക്കെ ചാടി കളിച്ചു പോകും. നിങ്ങൾക്ക് നോമ്പ് തുറക്കാണ്ടാവില്ല, കുറവേ കാരണം. എങ്കിലും അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് അള്ളാഹു തന്നെ പ്രതിഫലങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾ നോമ്പ് നോറ്റിട്ട് എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യണത്. നോമ്പ് നോറ്റിട്ട് അടുക്കളയിൽ ചെന്ന് നിങ്ങൾ ജോലി എടുക്കാം. ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്നില്ല, ഇതിന്റെ പ്രതിഫലം എത്രയാ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അല്ലേ? എങ്കിലും ചില ആളുകളൊക്കെ ഉണ്ട് അടുക്കളയിൽ ജോലി എടുക്കാൻ അവർക്ക് മടിയാണ്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും മടിയാണ്, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് മനസ്സ് തോന്നൂല. വീട്ടില് ഒരു വിരുന്നുകാര് വരുന്നുണ്ടെന്ന് പറഞ്ഞാല് ഓൽക്ക് മര്യാദക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂല. ഇപ്പൊ എന്നോടിപ്പോ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരാള് പറഞ്ഞു, ഉസ്താദേ, ഒരു മുതാലിമ് അവരെ കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് നോമ്പൊറുക്കാൻ വന്നപ്പോ വീട്ടിലെ ആളുകള് അതൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. അവസാനം എനിക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ടി വന്നു. അത് കേട്ടപ്പോ വലിയ സങ്കടമായി. എന്തൊരു വലിയ ശ്രേഷ്ഠതയാണ് ആ വീട്ടുകാർ ഒഴിവാക്കിയത്. അള്ളാഹുവിൽക്ക് നന്മയും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. ഒരാള് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത സന്തോഷമായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്. കാരണം ഒരാള് വീട്ടിലേക്ക് കയറി വരുമ്പോ 1000 റഹ്മത്ത് പോലെ കൂടെ വീട്ടിലേക്ക് അങ്ങ് കയറി വരുന്ന 1000 റഹ്മത്ത്. ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് വരുമ്പോണ്ടല്ലോ, ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് അങ്ങ് കയറി വരുമ്പോ 1000 റഹ്മത്ത് പോലെ കൂടെ അങ്ങോട്ട് കയറി വരും. എങ്ങോട്ട്? വീട്ടിലേക്ക്. മുത്തുനബി പറയാണ് വൽ ബറക്ക, തീർന്നിട്ടില്ല, 1000 ബറക്കത്തും ആ വീട്ടിലേക്ക് അങ്ങ് കയറി വരും. പെരുന്നാളിനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഓരോരുത്തർ വരുമ്പോ ഓലൊക്കെ കൂടെ 1000 റഹ്മത്തുണ്ടാകും, 1000 ബറക്കത്തുണ്ടാകും. ഉറപ്പാണ്. അതാര് വന്നാലും ഓല കൂടുണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാന്റെ ഹബീബ് പറയാണ്, നമ്മള് പറയാൻ നിൽക്കണ്ട, ഓ ഓന്റെ കൂടെ ബർക്കത്ത്, ഓളെ കൂടെ ബർക്കത്ത്, അങ്ങനെ പറയാൻ നിൽക്കണ്ട. എല്ലാവരും കൂടിയും വരും റഹ്മത്തും ബർക്കത്തും. വിരുന്നുകാരനായിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണോ ആ വീട്ടിൽ 1000 റഹ്മത്തും ബർക്കത്തും ഉണ്ടാവും. അതങ്ങനെ തന്നെയാണ്. അപ്പൊ അൽഹംദുലില്ലാ ഉൽക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അറിയാം, നമ്മളെ സഹോദരിമാര് അടുക്കളയിൽ ഇരുന്നിട്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വലിയ അമലാണ് അടുക്കള ജോലിയിൽ ഓരോ ദിവസവും നമ്മുടെ സഹോദരിമാര് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ നീയത്ത് നന്നാക്കണം, അതിന്റെ കാര്യങ്ങൾ നന്നാക്കണം, മനസ്സിലൊന്നും നല്ല നീയത്തായിരിക്കണം. അടുക്കളന്റെ ഡോറടെ തുറക്കുമ്പോ തന്നെ തലയും ചൊറിഞ്ഞിട്ട് അങ്ങനെ തട്ട ഉണ്ടാവും, അപ്പുറത്ത് തല ചൊറിഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണം. സമയം 4 മണി 5 മണിയാകുമ്പോഴത്തേനും കട്ടനാവണം. അയാളെ കണ്ട് ചങ്ങായി നീച്ചു വരുമ്പോത്തിന് ആ നീയത്ത് വെച്ചിട്ട് അവരത് പോകരുത്. അങ്ങനെയല്ല അടുക്കളയ്ക്ക് പോകണ്ടേ. അൽഹംദുലില്ലാ ആ ഡോറ് തുറന്നത് പോകുമ്പോണ്ടല്ലോ, ആ ഡോറ് തുറന്ന് സന്തോഷത്തോടെ അങ്ങോട്ട് അടുക്കളയ്ക്ക് കയറി ചെല്ലുമ്പോണ്ടല്ലോ, മാഷാ അല്ലാ, ഞാനൊരു നല്ല സൽക്കർമ്മത്തിനാണ് ഞാൻ അടുക്കളയിലേക്ക് കയറുന്നത്. നല്ല സൽക്കർമ്മത്തിന്. കാരണം ഭക്ഷണം ഉണ്ടാക്കല്ലേ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഭക്ഷണം കൊടുക്കാൻ ആരാ ഇഷ്ടപ്പെടാത്തത്? എല്ലാരും ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളില്ലാതെ ഭക്ഷണം തന്നെ കഴിക്കൂലെന്നോ. ഇബ്രാഹിം നബി എപ്പോഴും ആരെങ്കിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ലേ? ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം പാചകം ചെയ്യാന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഇപ്പോ പണ്ടാരിയായി ജോലി ചെയ്യുന്ന ആളുകള് പല ജോലിയിൽ വലിയ ബർക്കത്താണല്ലോ കൊടുക്കുന്നത്. ഒരു കല്യാണത്തിനൊക്കെ ചോറ് വെക്കുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ചോറ് വെക്കുക. സംഭവം ശമ്പളത്തിനാണ്, ശമ്പളം നമ്മൾ പറയുന്നുണ്ട്, അത് വാങ്ങും വേണം, എല്ലാം നടക്കൂലല്ലോ. പക്ഷെ ഓൽക്ക് അല്ലാഹ് കൊടുക്കുന്ന ഒരു പ്രതിഫലം എത്രയാണ്? അത്ര ആളുകൾ ഇവരുണ്ടാക്കിയ ചോറല്ലേ കഴിക്കണേ? ഇത്രയും വന്ന ആളുകൾ ഇവരുണ്ടാക്കിയ ചോറല്ലേ കഴിക്കണത്? അല്ലേ? അതാണ് റബ്ബ് തരുന്നൊരു നിയമത്തുണ്ട്, അള്ളാഹു തരുന്ന ഒരുപാട് പ്രതിഫലമുണ്ട്. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ജോലി വല്ലാത്ത ബറക്കത്തുള്ള ജോലിയാണ്. ആ ജോലിയാണ് എന്റെ സഹോദരിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുക്കളയിൽ പ്രിയപ്പെട്ട ഭർത്താവിന്, ഉമ്മാക്ക്, ഉപ്പാക്ക്, മക്കൾക്ക്, മരക്കൾക്ക്, പേരക്കൾക്ക്. മരക്കൾക്ക് എന്ന് പറയില്ല ഉസ്താദ്, അപ്പൊ ഞങ്ങൾ ഓൽക്ക് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ എടുക്കണ്ട, മരക്കൾ അങ്ങോട്ടും കൂടി കൊടുക്കുക. അതൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും. പഴയ കാലത്ത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊന്നുമില്ല. അപ്പൊ അമ്മായിമ്മ പോരും മരുക്കൾ പോരും അങ്ങനെയൊന്നുമില്ല. ഈ അമ്മായിമ്മ പോരെന്ന് മാത്രം പറഞ്ഞ മരുക്കൾ പോരും നിങ്ങൾ കൂടി പറയണം. വെറും അമ്മായിമാനെ അമ്മോശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. മരുക്കൾ പോരും പറയണം. മരുക്കളും നന്നാവണം, അമ്മായിമി നന്നാവണം. നല്ലവരാണ്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതിപ്പോ ഏത് കുടുംബത്തിലല്ലാത്തത്? അതൊക്കെ ഉണ്ടാവുമ്പോ അതിങ്ങനെ വലിച്ചു കിട്ടി ഇങ്ങനെ നടക്കണേനും, അത് അവിടെ കേസെടുത്ത് ഇവിടെ കേസെടുത്ത്, വെള്ളിയാഴ്ച അവിടെ കോടതിയിൽ പോയി, ഇവിടെ കോടതിന്റെ പടി കയറി, എന്തൊക്കെ ഗുലുമാല്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ വീട്ടില് പ്രായമുള്ള ഉമ്മയുണ്ടല്ലോ, പ്രായമുള്ള ബാപ്പയുണ്ടല്ലോ, ഓലെ ചുറ്റോടെ ഇരുന്നിട്ട് പറഞ്ഞാൽ തീരേണ്ട കേസുള്ളത്. ഇത് നാടായ നാട് മുഴുവൻ ഓളങ്ങനെ, ഇവളിങ്ങനെ, ഓ അങ്ങനെ, ഓ അങ്ങട്ട് തോണ്ടി, ഇവളിങ്ങട്ട് തോണ്ടി, ഓൾ അങ്ങനെ മറിച്ചിട്ട്, ഇവളിങ്ങനെ ചാടിയിട്ട്, ഓരോ എന്തിനാ ഇത്? സ്വന്തം കുടുംബത്തിലെ കാര്യം നാട്ടുകാരോട് പറയേണ്ട ആവശ്യമുണ്ടോ? അതിനൊന്നൊരു ആവശ്യമില്ല. പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ വരും. അത് നിങ്ങൾ കരുതി നിങ്ങളെ കുടുംബത്തിലാണെന്നല്ലേ. പുതിയാപ്പിളി നന്നാവണം, ആയിക്കോട്ടെ, എന്നാ പുതിയാപ്പിളി കൂട്ടാം. പുതിയാപ്പിളി നന്നാവണം, എന്നാ എനിക്ക് ഒന്നുകൂടിയും കൂട്ടും, പുതിയെണ്ണം നന്നാവണം. ആയിക്കോട്ടെ, എല്ലാരും നന്നാവണം, എല്ലാരും നന്നാവണം. ഇത്ര കമന്റ് കണ്ടായിരുന്നല്ലോ, കമന്റുമ്മ പിടിച്ചുങ്ങളെ. പറഞ്ഞു വരുന്നത് എന്താണോ? പ്രശ്നങ്ങളൊക്കെ എല്ലാരും വീട്ടിലുണ്ടാവും. അതൊക്കെ നമ്മള് പരിഹരിക്കുക എന്നല്ല, നമ്മൾ പരിഹരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച എല്ലാവർക്കും വേണം. ഇന്ന സംഗതി ഒക്കെ റാഹത്തായി ജോറായി പോകും. വിട്ടുവീഴ്ച എല്ലാവർക്കും, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലേ എന്ന ജീവിതത്തിൽ പരാജയമായിരിക്കും മക്കളെ. ഉറപ്പാണ്. വിട്ടുവീഴ്ച ചെയ്യാന് മനസ്സ് കാണിച്ചിട്ടില്ലെങ്കിൽ ജീവിതം പരാജയത്തിലാവും, ജീവിതം കുളം തോണ്ടും. ഈ എടുത്തുചാട്ടം ദേശക്കട ഒഴിവാക്കാം. മുൻകൂർ നമ്മൾ ചുണ്ടിയറി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ മൂക്കുമ്പലാണെങ്കിൽ ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരുന്നില്ലെങ്കിൽ പറയണം. എന്റെ മൂക്കുമല ചുണ്ടട ഒഴിവാക്കിക്കോളെ, വലിയ എന്റെ ആ ദേഷ്യം ഒഴിവാക്കിക്കോന്ന് അതിന്റെ അർത്ഥം. ഈ എടുത്തുചാട്ടം പെട്ടെന്നുള്ള ദേഷ്യം കണ്ടല്ലോ, അതിപ്പോ ചെറുപ്പം മുതലേ അങ്ങനെ ആയി പോയി ഉസ്താദേ. അത് മാറ്റണം, മാറ്റിയെടുക്കണം. അതങ്ങനെ തന്നെ മാറ്റി, സ്വന്തം മാറ്റിയെടുക്കണം, സ്വന്തം സ്വഭാവത്തിലൂടെ മാറ്റിയെടുക്കണം. അതെങ്ങനെയാണ്? ഒന്ന് നിയന്ത്രിക്കാം. ഓൾ ഇങ്ങോട്ട് പറയുമ്പോ രണ്ടെണ്ണം അങ്ങോട്ട് പറയണേ വേണ്ട,
ഞാൻ ക്ഷമിച്ചു. അങ്ങനെ സ്വയം ശരീരത്തെ ഇങ്ങനെ ക്ഷമയിലൂടെ കൊണ്ടുവരാം. അതല്ലേ നമ്മൾ നോമ്പില് പഠിച്ചത്. നോമ്പിലൂടെ അൽഹംദുലില്ലാഹ്. ഇപ്പൊ നോക്കിയാൽ നിങ്ങളെ നോമ്പിനെ പുലർച്ചക്കാട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണ എപ്പോഴാ? നോമ്പ് തുറക്കണ നേരത്തെ അല്ലെ? ചില ആളുകൾ നോമ്പ് തുറക്കണ നേരത്തും ഭക്ഷണം കഴിക്കൂല. നോമ്പ് തുറക്കണ സമയത്ത് ഒരു ഈത്തപ്പഴം കഴിക്കും. എന്നിട്ട് ഞാൻ തറാവി കഴിഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? തറാവി കഴിഞ്ഞിട്ടാണ് പോലും ഭക്ഷണം കഴിക്കുക. അങ്ങനെയാണോ? ചില ആളുകൾക്ക് കാരക്ക നോമ്പ് തുറന്ന ഉടനെ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി വേണ്ടല്ലോ. ഒരിക്കൊന്ന് പുറത്തു വേണ്ടി വരും. എന്തിനാ? അത് ചെറിയൊരു നിലവിൽക്ക് സമാധാനമുള്ളൂ. ചില ആളുകൾക്ക് ഒന്ന് പിന്നെ ചോപ്പിച്ചേണ്ടി വരും, ഒന്ന് നുറുക്കേണ്ടി വരും. അതങ്ങോട്ട് തട്ടിയാലേ, ആ വെറ്റിലവിടെ തട്ടിയാലേ ഒരിക്കൽ സമാധാനമാവുള്ളൂ. അങ്ങനെ പല ആളുകളും പല ഐറ്റംസാണ്, പല കോലങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മാസക്കാലം പട്ടിണി കിടന്നിട്ട് ശരീരത്തെ നമ്മൾ പാകപ്പെടുത്തിയെടുത്തില്ലേ? അല്ലേ? പുലർച്ചക്കട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ രാത്രി നോമ്പ് തുറക്കണ സമയത്ത് നമ്മൾ കഴിക്കണേ. അതിനകത്ത് ഉച്ചക്ക് കഴിക്കാനുണ്ടോ? ഇനിയിപ്പോ ഭാര്യ ഒന്നും കാണാതെ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയാൽ അടുക്കളകത്തും ഉണ്ടാവില്ല. ഫ്രിഡ്ജ് കാലയിക്കാരം, കുടുക്ക കാലയിക്കാരം, ഒക്കെ കാലയിക്കാരം. അങ്ങനെ ആരെങ്കിലും കാണാതെ കയറുന്നല്ല പറയണം. അഥവാ കയറിയാൽ അവിടെ ഉണ്ടാവില്ല. അപ്പൊ വൈകുന്നേരം വരെ നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണം. ഭക്ഷണം കൊടുക്കാതെ ഈ ശരീരത്തെ ആത്മീയപരമായിട്ട് നമ്മൾ ഇങ്ങനെ നിയന്ത്രിക്കണം. ഒരു മാസം നമ്മൾ നിയന്ത്രിച്ചു. ഒരു മാസം അൽഹംദുലില്ലാ, തെറ്റില്ല, തെറ്റ് പറയാനില്ല, കുറ്റം കുറവും പറയാനില്ല, ഗീബത്തും നമീമത്തും പറയാനില്ല, ഫസാദ് പറയാനില്ല, ഒരു തെറ്റിനും ഹറാമിയത്തിനില്ല. പീഡിയൊക്കെ പോകുന്നുണ്ടോ? പോകും. പീഡിയ കൊലയും ഇരിക്കുന്നുണ്ടോ? ഇരിക്കും. പക്ഷേ ഗീബത്തോന്റെ തൊള്ളിന്ന് വരൂല, നമീമത്ത് തൊള്ളിന്ന് വരൂല. അങ്ങനെയാണ്. ചില കടത്തിണ്ണയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനായിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇതൊക്കെ നോമ്പിന് നമ്മളെ മാറ്റിവെച്ചിട്ട് സന്തോഷത്തിന്റെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിച്ച് പരിശുദ്ധ റമദാനിനോട് അസ്സലാമു അലൈക്കും യാ റമദാൻ എന്ന് പറഞ്ഞ് റമദാനിന് അങ്ങോട്ട് സലാം പറഞ്ഞു വിട്ടിട്ട് നമ്മളെ പഴയ ജീവിതത്തേക്ക് തന്നെ മടങ്ങാൻ നിൽക്കരുത്. അവിടെയാണ് നമ്മൾ റമദാൻ മുതലായോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവാൻ. എനിക്ക് എന്റെ റമദാൻ മുതലായോ, നിങ്ങൾക്ക് നിങ്ങളെ റമദാൻ മുതലായോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. എങ്ങനെ? റമദാൻ അങ്ങ് കഴിയട്ടെ, അപ്പൊ നമ്മളെ ജീവിതത്തിൽ മാറ്റം വരണം. ചില ആളുകളുണ്ട്, നോമ്പ് കണ്ട കയ്യട്ടെ, ഓന് കാണിച്ചു കൊടുക്കാൻ ഞാൻ, നോമ്പ് കണ്ട കയ്യാൻ നിൽക്കാൻ ഞാൻ, പെരുന്നാളും കെട്ട ആവട്ടെ, ശവ്വാലിന്റെ അമ്പിളും കെട്ട പറക്കട്ടെ, അമ്പയും കെട്ട പറന്നിട്ട് വേണം ഓനും കെട്ട്. അങ്ങനെ നീയത്തേച്ചിരിക്കണുണ്ടാവും. അതിലൊന്നും വേണ്ട. വേഗം ഫിത്ത് സക്കാത്തിന്റെ അരയുടെ കൊടുത്തോണ്ടി, വേറെ നീയത്തൊന്നും വേണ്ട. പറഞ്ഞു വരുന്ന എന്തറിയാം? നോമ്പ് കഴിഞ്ഞാലും ഈ ഒരു ആത്മീയത നമുക്ക് നഷ്ടപ്പെടരുത്. പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയതയുണ്ടല്ലോ. എന്റെ ഉമ്മമാരെ, നിങ്ങൾ ആ വിഷയത്തിൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നിങ്ങൾ കരുതിയാൽ ഒരു വീട് മുഴുവനും പ്രകാശമുള്ള വീടായി മാറും. എന്റെ ഉമ്മമാരെ, നിങ്ങളെ കരുതിയാൽ ആ വീട് എന്നും വെളിച്ചമുള്ള ഒരു വീടായി മാറും. നിങ്ങളെ കരുതിയിട്ടല്ലേ അത്താഴത്തിന് പുതിയാപ്പള ഭക്ഷണത്തിന് വരുന്നത്, മക്കള് ഭക്ഷണത്തിന് വരുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ സമയാകുമ്പോ കുട്ടിമാനെ ഇങ്ങോട്ട് പിന്നെ നമ്മള് കുട്ടിമാനെ എന്നെ വിളിച്ചു, മാനുട്ടിയെ ഇങ്ങോട്ട് വന്ന എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാണ്. കുട്ടിമാൻ വന്ന് തല്ലു ചിലപ്പോ ഇങ്ങനെ വിളിക്കാണ്, അല്ലേ? വിളിക്കാണ്. അല്ലാതെ അപ്പളെ ഉറക്കത്തുനിന്ന് നീച്ചവരുള്ളൂ ഭക്ഷണത്തിന്. ഓലക്ക് ഉറക്കേ കയറാൻ വലുത് ആർക്കാണെങ്കിലും. ഭക്ഷണമൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാവും അത്താഴത്തിന് കഴിക്കാനേ. ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും, ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാവും. പക്ഷെ ഓർക്ക് ഉറക്കേ കയറാൻ വലുത്. ഒന്ന് വിളിച്ചാലേ എന്തുണ്ടാവുള്ളൂ? ഓല് ഭക്ഷണത്തിന് വരുള്ളൂ. ഒന്ന് വിളിച്ചാലേ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഉമ്മമാരെ കരുതിയിട്ടല്ലേ ഓല് നീച്ചണത്, ഓല എഴുന്നേക്കണത്, ഓല എഴുന്നേക്കണ അങ്ങനെയല്ലേ? അതാ ഞാൻ പറഞ്ഞ, ഉമ്മമാരെ നിങ്ങൾ കരുതിയാണ് ഈ പുണ്യ റമദാനിൽ. എന്ത് ഉസ്താദെ, റമദാനിൽ അത്താഴത്തിന് ഫുള്ള് ഞങ്ങള് ഭക്ഷണം ഇനി നോമ്പ് കഴിഞ്ഞിട്ടും കൊടുക്കണം നിങ്ങൾ പറയണ, മുണ്ടാതെ അവിടെ ഇരുന്നോളി. അങ്ങനെയല്ല പറയണത്, അങ്ങനെയല്ല. അത്താഴത്തിന്റെ മുമ്പ് നിങ്ങളെ മക്കളെ നിങ്ങൾ സുബൈയുടെ മുമ്പ് എഴുന്നേൽപ്പിച്ചില്ലേ? മോനെ എഴുന്നേൽക്ക്, മോളെ എഴുന്നേൽക്ക്, ഭക്ഷണം കഴിക്കാനായി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കില്ലേ? അത് ശീലാക്ക. അതിപ്പോ നടക്കും ഉസ്താദെ, നടക്കുന്നു, നടത്തണം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കരുതിയാ നടക്കും. നിങ്ങൾ കരുതിയാൽ മതി, നിങ്ങൾ കരുതിയാൽ നടക്കും. നിങ്ങളെന്ത് ചെയ്ത് നോമ്പ് കഴിഞ്ഞല്ലോ,
ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുക. നിങ്ങളും അങ്ങനെ ഉറങ്ങാൻ നിൽക്കരുത്. ഉമ്മമാരെ കരുതിയാ നടക്കും. അൽഹംദുലില്ലാഹ്, സുബഹിയുടെ മുന്നേയുള്ള എഴുന്നേൽക്കൽ അത് നിർത്താതെ നമ്മുടെ വീട്ടിൽ നമ്മളത് കൊണ്ട് നടക്കുക. അതൊരു ഐശ്വര്യമാണ്, അതൊരു ബറക്കത്താണ്, അതൊരു നിഅമത്താണ്, സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ സുബഹിയുടെ മുന്നേയുള്ള എഴുന്നേൽക്കലുണ്ടല്ലോ, അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നോമ്പുകാരന് സുബഹിക്ക് മുന്നേ എഴുന്നേൽക്കുമ്പോ അള്ളാഹു ആ നോമ്പുകാരന് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അള്ളാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇദസ്തൈഖള അഹദുകും മിൻ നൗമിഹി ഫീ ശഹരി റമളാന വതഹറക ഫീ ഫിറാശിഹി വതകല്ലബ മിൻ ജാനിബി ഇലാ ജാനിബിഹി يقول له ملك قم بارك الله قم بارك الله قم بارك الله فيك ورحمك الله. അല്ലാഹുവേ, നിങ്ങൾ ആലോചിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, പരിശുദ്ധ റമളാനിൽ ഒരാളുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റാൽ, വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റാൽ, വിരിപ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോ ബെഡാവാം, ചിലർ സോഫി തന്നെ കിടന്നുറങ്ങുന്നുണ്ടാവും. തറാവീട് കഴിഞ്ഞിട്ട് യാ അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ഓൽക്ക് വിരിപ്പന്നെ കിട്ടണമെന്നില്ല, ബെഡ് തന്നെ കിട്ടണമെന്നില്ല. ചെറിയ സോഫ കിട്ടിയാലും അതിന്റെ മേലെ, ചിലര് കസാര കിട്ടിയാൽ തന്നെ അതിന്റെ മേലെ ഇങ്ങനെ ചാരിക്കും. ചെറിയൊരു ഇടം കിട്ടിയാൽ മതി, ചെറിയൊരു ഇടം കിട്ടിയാൽ തന്നെ അവിടെ ചുരുണ്ട് മുടി ഇങ്ങനെ കിടക്കും. അപ്പൊ വിരിപ്പം തന്നെ എഴുന്നേക്കണമെന്നില്ല. ഇനി സോഫിന്നാണെങ്കിലും ബെഡിൽ നിന്നാണെങ്കിലും ചിലപ്പോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുജൂദിലൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ നീണ്ട സുജൂദുണ്ട്. ആ സുജൂദ് ഏതാ? ഒരൊറ്റ അല്ലാഹ് സുജൂദ്. ആ സുജൂദിൽ നിന്ന് പിന്നെ നീച്ചുന്നത് സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോഴേക്കാരം. ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും കിടക്കുന്ന കിടത്തത്തിൽ നിന്ന് പരിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോ അല്ലാഹുവേ, ആ സമയത്ത് മലക്കുന്നൊരു മലക്ക് വന്നിട്ട് പറയാണ്, എഴുന്നേൽക്ക് മോനെ, എഴുന്നേൽക്ക് മോളെ, എഴുന്നേൽക്ക് മോനെ, ബാങ്ക് കൊടുക്കാനായിട്ട് എഴുന്നേൽക്ക് മോനെ, ബാറക്കല്ലാഹു ഫീക വറഹിമകല്ലാഹ്. ആ മലക്ക് വന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. മലക്ക് വന്നിട്ട് നമ്മളോട് എഴുന്നേൽക്കാൻ പറയുമ്പോ നമ്മൾ എഴുന്നേൽക്കുമ്പോ ആ മലക്ക് അവിടെ നിന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ബാറക്കല്ലാഹു വറഹിമകല്ലാഹ്. അല്ലാഹ് ഇവന് ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്, ഇവൾക്ക് ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്, ഇവൾക്ക് ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. ആര്? മലക്ക് വന്നിട്ട് നമുക്ക് ദുആർക്കാൻ. ശ്രദ്ധിക്കണം, പോയിന്റാണ്, എഴുതി വെക്കേണ്ട പോയിന്റാണ്. പരിശുദ്ധ റമളാനിന്റെ സുബഹിയുടെ മുന്നേ നമ്മൾ എഴുന്നേൽക്കുമ്പോ മലക്ക് വന്ന് നമുക്ക് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, ഇത് റമളാനിലല്ലേ, റമളാനിനെ പോലെ തന്നെ മറ്റുള്ള മാസങ്ങളിൽ നമ്മളത് ചെയ്തു കഴിഞ്ഞാല് ആ മാസങ്ങളിലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. ഇത് മുത്തുനബി പറഞ്ഞതാരാണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ ഉമ്മ വന്ന് നമ്മളെ വിളിക്കുമ്പോ നമ്മൾ എഴുന്നേൽക്കുമല്ലോ, പാപ്പ വന്ന് വിളിക്കുമ്പോ നമ്മൾ എഴുന്നേൽക്കുമല്ലോ, ഭാര്യ വന്ന് വിളിക്കുമ്പോ നമ്മൾ എഴുന്നേൽക്കുമല്ലോ. അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി മലക്ക് വന്ന് ദുആ ചെയ്യുകയാണ്. എഴുന്നേൽക്കുമോനെ, ബറക്കല്ലാഹ്, ഇന്നത്തെ ദിവസം അല്ലാഹ് നിനക്ക് ബറക്കത്ത് തരട്ടെ. ഇന്നത്തെ ദിവസം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം ബറക്കത്തുള്ളതാവട്ടെ മോനെ. ഇന്നത്തെ ദിവസം മലക്ക് വന്നിട്ട് നമുക്ക് ദ്വാരിക്കാണ്. ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാഹ്, ഇവനിക്ക് നീ ബറക്കത്ത് നൽകണമല്ല. മലക്ക് വന്ന് ദ്വാരിക്കണം. മലക്കിന്റെ ദുആ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്നാമത്തെ വിളിക്കന്നെ എഴുന്നേൽക്കണം. ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ എന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ നോക്കും.
ആ സമയമുണ്ടല്ലോ, നിങ്ങൾ പോയി കഴിച്ചോളി, ഞാൻ വരാം. ഏയ് അത്താഴത്തിന് ചോറിന് ഇഞ്ഞുണ്ട് 15 മിനിറ്റ് ഇഞ്ഞുണ്ട്, നിങ്ങൾ പോയി കഴിച്ചോളി, ഉറക്കത്തിന്ന് വെച്ചിട്ട് വരണം. ഇപ്പൊ തന്നെ സമയമായോ? അങ്ങനെയല്ല, വിളിക്കുമ്പോ മാഷാ അല്ലാഹ് ബിസ്മില്ലാ അൽഹംദുലില്ലാ ഉടനെ തന്നെ പറയേണ്ടതാണ്. അല്ലാതെ അങ്ങനെ എനിക്ക് അങ്ങനെയല്ല വരേണ്ടത്. എഴുന്നേറ്റ് ഉടനെ തന്നെ പറയേണ്ടതാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. റമദാനിൽ ജീവിച്ചത് റമദാനിന്റെ ശേഷവും നമ്മൾ നിലനിർത്താൻ ശ്രമിക്കണം. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. വിശ്വാസിയുടെ ഉറക്ക ഇബാദത്താണ്, വിശ്വാസിയുടെ ഉണർവ് ഇബാദത്താണ്. വിശ്വാസി ഉറങ്ങുന്നതും ഉണരുന്നതും എല്ലാം ഇബാദത്താണ് എന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിക്ർ നമ്മൾ പഠിക്കണം. ഉണരുമ്പോ നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ്. ഇനി അതൊന്നും ചൊല്ലാൻ കിട്ടില്ല, അതൊന്നും ചൊല്ലാൻ കിട്ടില്ലെങ്കിൽ എന്തില്ല, അൽഹംദുലില്ലാ. എന്താ ചൊല്ലണ്ടേ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. എപ്പോഴും നമ്മൾ മക്കൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മളോലെ അടിക്കാനോ പിടിക്കാനോ ഒന്നിനല്ല വേണ്ടത്. അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ മക്കളെ നല്ല സ്വാലിഹീങ്ങളായ മക്കളായിട്ട് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നോമ്പുകാരന് വേണ്ടി ആ മലക്ക് ദുആ ചെയ്യാണ്. എന്ത്? അല്ലാഹുവേ ബാരിക്കല്ലാഹുമ്മ ബാറക്കല്ലാഹു ഫീക വറഹിമകല്ലാഹ്. അല്ലാഹ് നിനക്ക് ബറക്കത്ത് നൽകട്ടെ മോനെ, അല്ലാഹ് നിനക്ക് ബറക്കത്ത് നൽകട്ടെ മോനെ. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ മലക്ക് വന്ന് നമ്മളെ ദുആ വിളിക്കുകയാണ്. ഫഇദാ ഖാമ ബിനിയത്തി സ്വലാത്തി. അങ്ങനെ നിങ്ങളെങ്ങാനും എനിക്ക് നിസ്കരിക്കണമല്ലോ, സുബഹിയുടെ സമയമായല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിരിപ്പിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാ യദ്ഉ ലഹുൽ ഫിറാശ്. അവൻ കിടന്ന വിരിപ്പവന് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അവൻ കിടന്ന സ്ഥലം അവന് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അവൻ കിടന്നിരുന്ന സ്ഥലം അവന് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്തൊരു വലിയ മഹത്വമാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? വയഖൂലു അല്ലാഹുമ്മ അഅതിൽ ഫുർശൽ മർഫൂആ. റബ്ബേ, ഇവന് നല്ല ഒരു വിരിപ്പ് കൊടുക്കണം അല്ലാഹ്. ഉന്നതമായ സ്വർഗ്ഗത്തിലെ ഒരു വിരിപ്പ് നീ ഇവർക്ക് നൽകണം അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഈ വിരിപ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ആർക്ക് വേണ്ടിയിട്ട്? അത് ഏത് വിരിപ്പാണ്? നമ്മൾ ചിലപ്പോ കമ്പിളിയാണെങ്കിലും ശരി, കമ്പിളി പുതപ്പില്ലേ, കമ്പിളി പുതപ്പറിയില്ലേ, നമ്മൾ വിരിക്കണ വിരിപ്പിന്റെ പേരെന്താ? കമ്പിളി ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അല്ലേ. കമ്പിളി പുതപ്പുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, ബെഡ്ഷീറ്റ് അല്ലാത്ത ഷീറ്റുണ്ട്, പിന്നെ സാധാ തുണി വിരിച്ച് കിടക്കണോലുണ്ടാവും, പുൽപ്പായി വിരിച്ച് കിടക്കണോലുണ്ടാവും, ബെഡ് വിരിച്ച് കിടക്കണോലുണ്ടാവും, പല നിലക്കും കിടക്കുന്നവരുണ്ടാവും, പലതും വിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ പുതിയ പുതിയ പേരാണ്. പറ്റൂട്ടോ, ഒക്കെ ഉപയോഗിക്കണ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ കിടക്കുന്ന ആ ബെഡ് നമുക്ക് വേണ്ടി ദുആനിക്കാൻ, നമുക്ക് വേണ്ടി ദുആ ചെയ്യാണ്. അല്ലാഹുമ്മ അഅതിഹിൽ ഫുർശൽ മർഫൂഅ. ഇവന് ഇതിലേറെ ഉയർന്നതായ വിരിപ്പ് നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ മാഷാ അല്ലാഹ്. എന്നിട്ടോ ഇതര പൂർത്തിയാക്കട്ടെ, പൂർത്തിയാക്കിട്ട് നമുക്ക് ദുആനിക്കാം. എന്നിട്ടോ വഇദാ ലബിസ സൗബഹു. അവൻ എഴുന്നേറ്റ് വസ്ത്രം ധരിച്ചു, അവൻ എഴുന്നേറ്റ് വസ്ത്രം ധരിച്ചു. യദ്ഉ ലഹു സൗബു വയഖൂലു അല്ലാഹുമ്മ അഅതിഹി മിൻ ഹുലലിൽ ജന്നാ. അല്ലാഹുമ്മ അഅതിഹി മിൻ ഹുലലിൽ ജന്നാ. അല്ലാഹുമ്മ അഅതിഹി മിൻ ഹുലലിൽ ജന്ന. അല്ലാഹുവേ
നിസ്കരിക്കണമെന്ന നിയ്യത്ത് വെച്ചിട്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ അല്ലാഹുമ്മഅതിഹി മിൻ ഹുലലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉന്നതമായ പട്ടുവസ്ത്രം ഇവന് നൽകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രം പോലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാ. എത്രയാണ് നിന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ, എത്രയാണ് നിന്റെ ശ്രേഷ്ഠത പ്രിയപ്പെട്ടവരെ. അതാ ഞാൻ പറഞ്ഞ വിശ്വാസി ചെയ്യുന്നതെല്ലാം ഇബാദത്താണ്. നീയത്ത് നന്നാക്കണം. നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രതിഫലമാണ്. അടുക്കളയിൽ കയറുമ്പോ ഞാൻ പറഞ്ഞല്ലോ, അടുക്കളയിൽ കയറുമ്പോ അൽഹംദുലില്ലാ നല്ല റാഹത്തില് നല്ല സന്തോഷത്തില് എന്റെ ഇക്കാക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് ആ നീയത്തും വെച്ചിട്ട് അൽഹംദുലില്ലാ കയറിയാല് അള്ളാന്റെ അടുക്കുന്ന കിട്ടുന്ന പ്രതിഫലം. ചായയിൽ പഞ്ചസാര ഇടുന്നതിന് വരെ പ്രതിഫലം കിട്ടും. എന്റെ ഇക്കാക്ക് കുടിക്കാനുള്ള ചായയാണ്. നല്ല റാഹത്തിൽ ആ നീയത്തല്ലേ നമ്മൾ വെക്കണേ. അല്ലാതെ മൂപ്പർക്ക് ഒരു പണി കൊടുക്കണം ആ നീയത്ത് വെച്ചിട്ട് അങ്ങനെയല്ലല്ലോ നമ്മൾ പഞ്ചസാര ഇടുക. അതൊക്കെ നല്ല നീയത്ത് വെച്ചിട്ട് എല്ലാത്തിനും റബ്ബ് നമുക്ക് അള്ളാഹു പ്രതിഫലം തരും. നീയത്ത് നന്നാ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏത് പ്രവർത്തനം, അത് ഏത് പ്രവർത്തനാണെങ്കിലും ശരി, ദീനി പ്രവർത്തനാണെങ്കിലും ജോലിയാണെങ്കിലും നീയത്ത് നന്നായ പ്രതിഫലം ഉണ്ടാവും. ഉറപ്പാ. ഇല്ലേ? അൽഹംദുലില്ലാഹ്. ഇല്ലെങ്കിൽ ഒക്കെ പുറത്തം പെടും. ഉറപ്പാണ്. നെയ്യത്ത് നന്നായാല് അള്ളാന്റെ അടുക്കുന്ന പ്രതിഫലം ഉണ്ടാവും. അല്ലാതെ വേറെ ആളെ കാണാൻ വേണ്ടിയിട്ട്, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ നല്ലവനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ ആൾ ഉഷാറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓനെങ്ങനെയും പരാജയപ്പെടുത്തണം, അങ്ങനെയൊക്കെ വല്ല കുരുത്തക്കേടിന്റെ നിയത്താണ് മനസ്സിലുള്ളത്, അതിനനുസരിച്ചേ വരുള്ളൂ. ഉറപ്പാണ്, അതിനനുസരിച്ചേ വരുള്ളൂ. ഉറപ്പാണ്. അപ്പൊ എപ്പോഴും നീയത്ത് നന്നാവും. ഏത് പ്രവർത്തനമാണ് നീയത്ത് നന്നാവും. എന്നിട്ടോ അവന്റെ ചെരുപ്പുകൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ സബ്ബിത് ഖദമീഹി അലസ്സിറാത്ത്. പള്ളിയിലേക്ക് പോവാൻ അല്ലാഹുവേ ചെരുപ്പ് ധരിക്കുമ്പോൾ ആ ചെരുപ്പവന് വേണ്ടി ദുആരിക്കുകയാണ്. റബ്ബേ, ഈ കാലുകൾക്ക് നീ സിറാത്ത് പാലത്തിൽ നിന്ന് നടക്കാനുള്ള കരുത്തു നൽകണേ അല്ലാഹ്. എത്ര മഹത്വമുള്ള ദുആണ്, എത്ര മഹത്വമുള്ള പ്രാർത്ഥനയാണ്, എത്ര ശ്രേഷ്ഠത നിറഞ്ഞ പ്രാർത്ഥനയാണ്, എത്ര ശ്രേഷ്ഠത നിറഞ്ഞ ദുആണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ റമളാൻ രാവ് കേൾക്കുന്ന ഉമ്മമാരെ, പാപ്പമാരെ, ഇനി നമുക്ക് നാളെ റമളാൻ രാവിന്റെ മജ്ലിസ് ഉണ്ടോ എന്നറിയൂല. ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരിക്കാം. ഉണ്ടെങ്കിൽ നാളെ മജ്ലിസ് ഉണ്ടാകും. അഥവാ പെരുന്നാളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് രാത്രി തക്ബീർ രാവുമുണ്ടാകും. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, ഖബൂലാക്കണേ റഹ്മാനെ. ഇത് ഈ വർഷത്തെ അവസാനത്തെ റമളാൻ നിലാവാണോ എന്നറിയൂല. അല്ലാഹുവേ, 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 നീ ഞങ്ങളെ അനുഗ്രഹിക്കുക അല്ലാഹ്. ഈ പ്രിയപ്പെട്ട മുത്തായ മുഅ്മിനീങ്ങൾ, ഈ ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാരും ഒരു ദിവസവും ഒഴിവില്ലാതെ തിരക്കുകൾക്കിടയിലും ഞങ്ങളെ റമളാനിലാവ് ഒരു മാസക്കാലം കേട്ടു അല്ലാഹ്. നോട്ട് പുസ്തകം എടുത്ത് അറിവുകളും ഇൽമുകളും എഴുതി വെച്ചു റബ്ബേ. അല്ലാഹ് പറയുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താനും പഠിച്ചതിനനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനെ, ഈ മുത്തു മുഅ്മിനീങ്ങളെ മനസ്സിലെല്ലാം ഒരുപാട് നല്ല നിയ്യത്തുകളുണ്ട്. എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്ക റബ്ബേ. ഇന്ന് രാവിലെയും ഒരുപാട് ആളുകൾ യതീമായ മക്കളുടെ വീട്ടു നിർമ്മാണത്തിലേക്ക് സഹായങ്ങളുമായി വന്നവരുണ്ട്. വീൽചെയറിലേക്ക് മറ്റു സഹായങ്ങളുമായി കൊണ്ടുവന്നവരുണ്ട്. അറിവിന്നിലാവിലേക്ക് നേർച്ചയാക്കിയത് കൊണ്ടുവന്നവരുണ്ട്. എല്ലാവർക്കും നീ റഹ്മത്ത് നൽകുക അല്ലാഹ്. എല്ലാവർക്കും തിരിച്ചു കൊടുക്കാനുള്ളത് മനസ്സറിഞ്ഞിട്ടുള്ള
പ്രാർത്ഥനയാണ് റബ്ബേ, മനസ്സറിഞ്ഞിട്ടുള്ള ദുആണ് അല്ലാഹ്, മനസ്സറിഞ്ഞിട്ടുള്ള ആമീനാണ് റബ്ബേ. നീ കൈവടിയല്ലേ അല്ലാഹ്, ഒരാളെയും നീ കൈവടിയല്ലേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഇബ്രാഹിമിന്റെ ഭാര്യയുടെ ബാപ്പ മരണപ്പെട്ടു പോയി, സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പാവപ്പെട്ട എന്റെ ഉമ്മ, ഞങ്ങളെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ പലരും ഖബറിലാണ്. അവരെ ഖബറിടത്തിലേക്കെല്ലാം ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാം അറിയുന്ന രാജാവായ അല്ലാഹ് അവരുടെ സങ്കടങ്ങളെ, അവരുടെ വിഷമങ്ങളെ, അവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മുസ്തഫ എന്ന സഹോദരൻ വന്നിരുന്നു. ഉസ്താദേ, 27 എന്റെ ജ്യേഷ്ഠന്റെ മോനും കൂട്ടുകാരും സഞ്ചരിച്ച വാഹനം ആക്സിഡന്റ് ആയി. ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമോൻ മരണപ്പെട്ടു പോയി. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ. മുസ്തഫ ഖാന്റെ ജ്യേഷ്ഠന്റെ മോനും കൂട്ടുകാരും ഇപ്പൊ വെന്റിലേറ്ററിലാണ്. അല്ലാഹ് അല്ലാഹ്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ പെട്ടെന്ന് തന്നെ ശിഫ കൊടുക്കണം അല്ലാഹ്. രോഗത്തോട് പ്രതിരോധിക്കാൻ, പ്രതികരിക്കാൻ ആരോഗ്യം, ആഫിയത്ത് നീ നൽകറപ്പേ അല്ലാഹ്. നീ ശിഫ നൽക അല്ലാഹ്. കണ്ണ് തുറപ്പിക്കണേ അല്ലാഹ്. മുഹമ്മദ് ഹാഷിം എന്ന പ്രിയപ്പെട്ട ഒരു കുഞ്ഞുമോനെ ഹോസ്പിറ്റലിലാണ്. ശരീരത്തിൽ ക്യാൻസറാണ്, അഡ്മിറ്റാണ്. റബ്ബേ, ആ കുഞ്ഞുമോനെ കുടുംബം യതീമക്കൾക്ക് വേണ്ടി നേർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹ് ആ കുഞ്ഞുമോനെ ആഫിയത്ത് കൊടുക്കണേ, ശിഫ കൊടുക്കണേ, റാഹത്ത് നൽകണേ. മരണപ്പെട്ടുപോയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവനുണ്ട്. ഉസ്താദേ, എന്നും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ അറിവിന്നിലാവിന്റെ മജ്ലിസ് കാണുന്ന ഉമ്മയാണ്. പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് റബ്ബേ നീ റാഹത്ത് നൽകണേ റബ്ബേ. മുബശ്ശിറ എന്ന് പറയുന്ന സഹോദരി, പാണക്കാടുള്ള ആ സഹോദരി 3-4 പ്രാവശ്യം ഇവിടെ വന്ന സഹോദരിയാണ്. ക്യാൻസർ ആയിരുന്നു. ആ പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടു പോയി. അല്ലാഹ് ഇന്നവരെ ഉമ്മയും അവരെ സഹോദരനും ഇവിടെ വന്നിരുന്നു. എപ്പോഴും ആ സഹോദരി, ആ സഹോദരനും ഉമ്മയും എപ്പോഴും കൊണ്ടു നടക്കും. റബ്ബേ, പാവങ്ങളാണ്. ആ പ്രിയപ്പെട്ട സഹോദരി ഖബറിലാണ്. ആ ഖബറിനി സ്വർഗ്ഗപ്പൂന്തോപ്പാക്ക് റബ്ബേ, വിശാലമാക്ക് റബ്ബേ, വിശാലമാക്ക് റബ്ബേ. അങ്ങനെ മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഉമ്മാന്റെ സ്വർണ്ണാഭരണം ഇവിടെ തന്നെ ഏൽപ്പിച്ചവരുണ്ട്. ഉമ്മന്റെ ആണ്ടാണ് ഉസ്താദേ. കഴിഞ്ഞ റജബിലാണ് ഉമ്മ മരണപ്പെട്ടു പോയത്. അല്ലാഹ് എന്നും അറിവിന്നിലാമ് കേൾക്കുന്ന ഉമ്മയായിരുന്നു. ഈ മജ്ലിസ് എന്നും കേൾക്കുന്ന ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആ ഉമ്മാന്റെ ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ആ
ആരെല്ലാം മരണപ്പെട്ടു പോയോ അവർക്കെല്ലാം അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. സുഖമില്ലാത്തവരുടെ അസുഖങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. റബ്ബേ, ദുആർക്കാൻ വേണ്ടി ധാരാളം ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സന്തോഷം സമാധാനം അല്ലാഹു നൽകട്ടെ. ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് രാത്രി ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തുകൾ വായിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യുന്നതാണ്. പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. എല്ലാവരുടെ വിഷമങ്ങൾക്കും എല്ലാവരുടെ പ്രയാസങ്ങൾക്കും അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ റബ്ബേ. നീ സലാമത്ത് നൽകണേ റബ്ബേ. നീ സലാമത്ത് നൽകണേ റബ്ബേ. ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി തരണമല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഗർഭകാലത്തുള്ള ക്ഷീണങ്ങളും വിഷമങ്ങളും തളർച്ചകളും മാറ്റിക്കൊടുക്കണേ അല്ലാ. മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ റമളാനിലാവും അറിവിന്നിലാവും എല്ലാ ദിവസവും കേൾക്കുന്ന മുത്തുമുഅ്മിനീങ്ങളാണ്. അവരുടെ മുറാദെല്ലാം നീ ഹാസിലാക്ക് റബ്ബേ. അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ റബ്ബേ. അർഹമുർ റഹീമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനെ, വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. ഞങ്ങളെ യതീമായ കുഞ്ഞു മക്കളുടെ വീട് നിർമ്മാണത്തിലേക്ക് സഹായിച്ചവരുണ്ട് റബ്ബേ. ഞങ്ങളെ യതീമായ കുഞ്ഞുമക്കളുടെ വീട് നിർമ്മാണത്തിന് സഹായിച്ചവരെ, അറിവിന്നിലാവ് കാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിച്ചവരെ ആരെയും നീ കൈവടിയല്ലേ. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. 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 മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്ക് അല്ലാഹ്. സ്വീകരിക്കണം അല്ലാഹ്. ഇജാബത്ത് നൽകണേ റബ്ബേ. എന്തെല്ലാ വിഷമങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ടോ, എല്ലാ വിഷമങ്ങളോ എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിലൂടെ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. പവിത്രമായ റമളാൻ നിലാവിന്റെ 29ാമത്തെ മജ്ലിസാൻ നോമ്പ് 1 മുതൽ ഞങ്ങളെ തുടങ്ങിയതാണ് അല്ലാഹ്. നോമ്പ് 1 മുതൽ ഞങ്ങളെ തുടങ്ങിയതാണ് അല്ലാഹ്. പരിശുദ്ധ റമളാൻ 1 മുതൽ ഞങ്ങളെ തുടങ്ങിയതാണ് റബ്ബേ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ
തട്ടിക്കളയല്ലേ അല്ലാ. പരിശുദ്ധ റമളാൻ വിട പറയുന്ന ഈ മഹത്തായ സമയം, റമളാൻ വിട പറയാൻ നിൽക്കുന്ന ഈ മഹത്തായ സമയം അല്ലാ, നീ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്ക് അല്ലാ. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني.
اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني അല്ലാഹുവേ പരിശുദ്ധ റമളാനെ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം അല്ലാഹ് പുണ്യമായ റമളാനെ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ് പുണ്യ റമളാനിന്റെ വിജയികളിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹ് പവിത്രമായ റമളാൻ ഞങ്ങളോട് വിട പറയുകയാണ് അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ പുണ്യമായ റമളാൻ ഞങ്ങളോട് വിട പറയുകയാണ് റബ്ബേ അല്ലാഹുവേ പവിത്രമായ റമളാൻ ഞങ്ങളോട് വിട പറഞ്ഞു പോകുമ്പോ അല്ലാഹ് ആ പരിശുദ്ധമായ പുണ്യമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ് നീ ഞങ്ങളെ കബൂലാക്ക് അല്ലാഹ് നീ ഞങ്ങളെ കബൂലാക്ക് അല്ലാഹ് ആ പുണ്യമായ റമളാന് കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ഇൻഷാ അല്ലാഹ് നരകമോചനത്തിന്റെ ദിക്ർ തുടങ്ങുകയാണ് റബ്ബേ എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലുക അല്ലാഹുവേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം ഞങ്ങൾക്ക് നരകം നീ ഹറാമാക്കണം ഇത് വല്ലാത്തൊരു അവസരമാണ് റമളാൻ പോകുന്നത് വരെ റമളാൻ കഴിയാനായി നോമ്പ് ഇവിടെ തീരാനായി അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് പൊട്ടിക്കരയേണ്ട സമയമാണ് റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയേണ്ട സമയമാണ് മുഅ്മിനീങ്ങളെ എല്ലാവരും നല്ല ഭക്തിയിൽ ഇഖ്ലാസോടെ ചൊല്ലിക്കോളി അല്ലാഹു കബൂലാക്കട്ടെ اللهم أجرني من النار 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 اللهم أجرني من النار
اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار അല്ലാഹുവേ നരകത്തിന്റെ ഭയാനകമായ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ് നരകത്തിന്റെ ഭയാനകമായ അദാബിൽ നിന്ന് ഇടങ്ങേറുകളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ റബ്ബേ
നീ സലാമത്താക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. أوصل اللهم ثواب ما قرأناه من القرآن العظيم إلى حضرة روح نبينا وسيدنا مصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات أصحاب البدر والحدين وسائر الصحابة رسول الله صلى الله عليه وسلم أجمعين. وإلى حضرة شيخنا سي ولي الله المدبور قدس الله تعالى سره النزيد. اللهم بحقهم تقبل منا دعاءنا. بارك لنا في جميع كل أمورنا وبارك لنا في تعلمنا وتعليمنا وبارك لنا في تجاراتنا وكسبنا وزروعنا وأموالنا وأولادنا وأزواجنا وبارك لنا في جميع ما أعطيتنا بركة تامة كما باركت على عبادك الصالحين. وإلى حضرات من ماتوا منا من آبائنا وأمهاتنا وسائر أقربائنا. اللهم اغفر لنا ولهم نور قبورنا وقبورهم بنور القرآن. وسع قبورنا وقبورهم ببركة القرآن. شرف قبورنا وقبورهم بشرف القرآن. اللهم اجعلنا وأهلنا من أهل الجنة ولا تجعلنا ولا أهلنا من أهل النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.